കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള എന്ന പ്രശസ്തമായ ഗ്രാമത്തിൽ പരമ്പരാഗതമായി നിർമ്മിച്ചു വരുന്ന കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി. രസം ഉപയോഗിച്ചുണ്ടാക്കുന്ന കണ്ണാടികളിൽ നിന്നും വ്യത്യസ്തമായി ചില്ലിന് പകരം പ്രത്യേക ലോഹക്കൂട്ടിലാണ് ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നത്. ഇതിൻ്റെ ഒരു വശം ഉരച്ചു മിനുക്കിയെടുത്താണ് ദർപ്പണ സ്വഭാവം വരുത്തുന്നത്. കേരളത്തിൻ്റെ പൈതൃക ബിംബങ്ങളിലൊന്നായി ഇതിനെ കണക്കാക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ മുൻപ്രതലമാണ് പ്രതിഫലിക്കുന്നത് എന്നാണ്. സാധാരണ ചില്ലുകണ്ണാടികളിൽ പിൻപ്രതലമാണ് പ്രതിഫലിക്കുന്നത്. പുരാതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിച്ച ഈ കണ്ണാടികൾ ആധുനിക യന്ത്രങ്ങളുടെ സഹായമില്ലാതെ കരകൗശല വിദഗ്ധരുടെ കഴിവിനെയും സമർപ്പണത്തെയും മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആറന്മുള കണ്ണാടിയും അതിൻ്റെ നിർമ്മാണ രീതിയെക്കുറിച്ചും മനസ്സിലാക്കുന്നതിനായി കണ്ണാടിയുടെ നിർമ്മാണം നടക്കുന്ന ആറന്മുള ക്ഷേത്രത്തിന് കിഴക്കേ നടയിലെ മണികണ്ഠ ഹാൻഡിക്രാഫ്റ്റ് എന്ന സ്ഥാപനത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. കണ്ണാടിയുടെ നിർമ്മാണത്തിൻ്റെ പ്രാരംഭം മുതലുള്ള പ്രക്രിയയെക്കുറിച്ചാണ് നിർമ്മാണ തൊഴിലാളിയായ ശ്രീ സുന്ദരേശൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് മോൾഡ് ചെയ്യുന്ന മണ്ണാണ്. ഓരോ കാസ്റ്റിങ് കഴിയുമ്പോഴും മണ്ണ് തണ്ടി ഇതുപോലെ ഇരിക്കും. ഇത് അരകല്ല വെച്ച് നല്ല പൗഡർ പോലെ അങ്ങ് പൊടിക്കും. ഇത് കണ്ടോ, ഇതുപോലെ അങ്ങ് പൊടിച്ചെടുക്കും. ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമ്മുടെ ചണച്ചാക്കുണ്ടല്ലോ, ചണച്ചാക്ക്, ഈ ചണച്ചാക്കുണ്ടല്ലോ അതുകൊണ്ട് അത് തണ്ടി ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുക്കും. കണ്ടോ, ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഈ പൗഡറിനകത്ത് അങ്ങ് മിക്സാക്കും. നമ്മളിപ്പോൾ ഈ കാണിച്ച മണ്ണുണ്ടല്ലോ, മണ്ണ് ഇതിനകത്ത് അങ്ങ് മിക്സാക്കിയിട്ട് ഇവിടുത്തെ വയലിൽ നിന്ന് എടുക്കുന്നൊരു ക്ലേ ഉണ്ട്. ആ ക്ലേ കൂടെ കൂട്ടി ഇളക്കി ഇട്ടിരിക്കുക. ഇതുണ്ട്, ഇതാണ് നമ്മുടെ ഇവിടുത്തെ വയലിൽ നിന്ന് കേട്ടോ. ഈ മണ്ണ് പിന്നെ ഒന്നുകൂടെ ആവശ്യാനുസരണം അരച്ചെടുക്കണം. നമ്മളിത് തലമുറ ഇങ്ങനെ കൈമറിഞ്ഞ് വരുന്ന മണ്ണാണത്. നമ്മൾ ഇതിനകത്ത് വെളിയിൽ നിന്ന് എടുക്കുന്നത് ചെളി മാത്രമേ ഇതിനകത്തോട്ട് ചേർക്കുന്നുള്ളൂ. ഇത് പിന്നെയും നമ്മൾ ഉപയോഗിക്കുക. അന്നേരം ഈ ചെളിയും ഈ ചാക്കും മണ്ണും കൂടെ കൂട്ടിയിട്ടിരിക്കുക. ഇത് പിന്നെ ആവശ്യാനുസരണം അരകല്ല് വെച്ച് അരച്ചെടുക്കണം. ഓരോ പാക്കിങ്ങിനും ഓരോ രീതിയിൽ അരച്ചെടുക്കണം. ആദ്യത്തെ പാക്കിങ്ങിന് നമ്മൾ ഈ മണ്ണിനകത്ത് ഒരു ശകലം ചാണകവും കൂടെ ചേർത്ത് നല്ല വൃത്തിയായിട്ട് അരച്ചെടുക്കണം. ആദ്യം നമ്മൾ ഇതുപോലെ 2 ഡിസ്ക് ഉണ്ടാക്കും. ആ ഡിസ്ക് നമ്മളിതുകൊണ്ട് അത് ആദ്യമേ ഉണ്ടാക്കി വെച്ചിരിക്കും. അതുകൊണ്ടത് ഇതുപോലെ തിക്കൻസ് വെക്കും. കണ്ടോ, ഇത് കണ്ണാടിയുടെ കനമാണ്. ഈ കനം ഈ കനത്തിലാണ് കണ്ണാടി വാർത്ത് എടുക്കുന്നത് കേട്ടോ. ഈ കനം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഈ തിക്കൻസിനകത്തോട്ടാണ് ലോഹം ഉരുകി വരുന്നത് കേട്ടോ. എന്നിട്ട് ഇവിടെ മെഴുകുകൊണ്ടങ്ങും ഈ ചണം നമ്മൾ അരച്ചില്ലയോ, ആ അരച്ച മണ്ണും ഇതുകൊണ്ടങ്ങ് പായ്ക്ക് ചെയ്യും. ആദ്യം ഒരു മെഴുകിൻ്റെ പിന്നൂടെ വെച്ച് കൊടുക്കും. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ആക്കും. ഇതൊരു മെഴുകിൻ്റെ പിന്നാണ്. ഇത് ഹോൾ വരാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ഇതൊരു ശകലം ചാണകം കൂടെ ചേർത്ത് ആദ്യത്തെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഒരു പാക്കിങ് കൂടെ ഉണ്ട്. ഇതല്ലേ ഈ കവറിങ് ഉണ്ടോ, ഈ കവറിങ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാണകം കലക്കി അതിനകത്ത് മുക്കിയെടുക്കും. എന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു പാക്കിങ് കൂടെ വരുന്നുണ്ട്. അതുപോലെ ഈ മണ്ണും ഡിസ്കും കൂടെ വെന്ത് പിടിക്കരുത്, അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അന്നേരം ലാസ്റ്റ് പാക്കിങ് വരുമ്പോഴത്തേക്ക് ഇത് ഫുൾ കവറിങ് വരും. ഫുൾ കവറിങ് കണ്ട് ഇതുപോലെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ആ മെഴുക് വെക്കുന്നതിൻ്റെ തുമ്പത്ത് ഇതുപോലൊരു കപ്പ് പിടിപ്പിക്കും. കപ്പ് പിടിപ്പിച്ചിട്ട് ഈ ബർണസിനകത്ത് വെച്ച് അങ്ങ് ഹീറ്റാക്കുമ്പോഴത്തേക്ക് ആ മെഴുക് അങ്ങ് കത്തിപ്പോവും. മെഴുക് കത്തിപ്പോയിട്ട് ഇതുപോലൊരു ഹോള് വരും കണ്ടോ, അടുക്കൊരു ഹോള് കണ്ടോ, ഇതുപോലൊരു ഹോള് വരും. ഇതിനകത്തോട്ടാണ് ലോഹം വാരി വെച്ച് നിറച്ചെടുക്കുന്നത്. ലോഹം ഇതിനകത്ത് ഒഴിക്കുമല്ല, ലോഹം ഇതിനകത്ത് തന്നെ വാരി വെച്ച് നിറച്ചെടുക്കുക. ഇതാണ് ലോഹം. ഇത് ചെമ്പും വെളുത്തിയും കൂടെ ഒരു പ്രത്യേക അനുപാതത്തിൽ കൂട്ടിയെടുത്തിരിക്കുന്നത്. അതൊരു രസക്കൂട്ടാണ്. നമ്മൾ ഇവിടുത്തെ ബർണസിനകത്ത് അത് ബർണസാണ്. അതിനകത്തോട്ടാണ് ഇതോടെ ഇരിക്കുന്നതാണ് ക്രൂസിബിള്. അതിനകത്തോട്ടാണ് ലോഹം ഉരുക്കുന്നത്. ഈ ബർണസിനകത്ത് വെക്കും. ഇത് കണ്ടോ, ഇതിനകത്ത് ഇന്നലെ ലോഹം ഉരുക്കിയതാണ്.
ഈ ലോഹം തന്നെ ഇതിനകത്ത് ഇങ്ങനെ വാരി വെച്ച് നിറയ്ക്കും. ഇങ്ങനെ വാരി വെച്ച് നിറച്ചിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് തന്നെ ഇതുപോലെ ക്ലോത്തിൻ്റെ പീസ് വെക്കും. അതായത് പിന്നെ മണ്ണും അഴുക്കൊന്നും വീഴാതെ ഇരിക്കാൻ. എന്നിട്ട് ഇവിടെ അങ്ങ് പാക്ക് ചെയ്യും. പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് കണ്ടോ. ഈ മണ്ണ് കൊണ്ട് തന്നെ പാക്ക് ചെയ്ത്. അങ്ങനെ പാക്ക് ചെയ്തിട്ട് ഇതിന് പതുക്കെ ഇരുന്ന് ഉണങ്ങും. ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഇരിക്കും. വെയിലുള്ള കാലത്ത് വെയിലത്ത് വെക്കും, അല്ലെങ്കിൽ നമ്മൾ ചൂടാക്കി ഉണക്കും. എന്നിട്ട് ഇതുപോലെ ഇരിക്കും. എന്നിട്ട് ഈ ഹോള് കൊടുത്തിരിക്കുന്നത് ലോഹം ഉരുകുമ്പോൾ ഇതിനകത്തൊരു എയർ ഉണ്ടാവും. ആ എയർ വെളിയിൽ പോകാനും ലോഹം ഉരുകുന്നത് നമുക്കറിയാനും വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് ആ ബർണസ് വൃത്തിയാക്കും. ഉണ്ടത് അത് വൃത്തിയാക്കിയിട്ട് അതിനകത്ത് പകുതിക്ക് വെച്ച് മരക്കരി ഇടും. മരക്കരി ഇട്ടിട്ട് തീ വിട്ടിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വെക്കും. ഇങ്ങനെ അങ്ങോട്ട് തണ്ട് ഇവിടെ വരെ ഇറക്കി വെക്കും. ഇവിടെ വരെ ഇറക്കി വെച്ച് ഇവിടെ വരെ കരി ഇട്ടങ്ങ് ഫില്ലാക്കും. ഇതിനകത്തൊരു ഏകദേശം ഒരു 30 എണ്ണത്തോളം ഇറക്കി വെക്കും. 30 എണ്ണത്തോളം ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് ഈ ബ്ലവർ ഇതുണ്ടോ ഇതിനകത്ത് നല്ല എയർ വരും. ഇത് ബ്ലവർ എയർ വരാനായിട്ട് ഉരുകി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തൂടെ ഒരു നീല തീജാല വെളിയിലോട്ട് വരും. ആ വെളിയിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ലോഹം ഉരുകിയെന്ന്. ലോഹം ഉരുകിയെന്ന് നമുക്ക് ബോധ്യം വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് തൊണ്ടൂടെ വെച്ച് കൊടുക്കും. ഇവിടെ കൂടെ ഒന്ന് പഴുക്കാൻ. അപ്പോഴത്തേക്ക് നല്ല ചുമന്നിരിക്കും. എന്നിട്ട് ഇത് കൊടിലേ പിടിച്ച് താഴെ വെക്കും. താഴെ വെച്ചിട്ട് ക്ലേ കൊണ്ട് ഈ ഹോളങ്ങ് അടച്ചിട്ട് ഇതിങ്ങനെ പതുക്കെ മറിക്കുമ്പോഴത്തേക്ക് ആ ഉരുകിയ ലോഹം നമ്മൾ ആദ്യം കാണിച്ച ആ തിക്കൻസ് ഉണ്ടല്ലോ അതിനകത്തോട്ട് അങ്ങ് ഫില്ലാവും. ഫില്ലായി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇതിരുന്ന് പതുക്കെ തണുത്ത് കഴിഞ്ഞ് ഡിസ്കിന് കേട് വരാതെ ഇളക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് ഗ്ലാസ് കിട്ടുന്നത്. ഈ ഗ്ലാസ് പിന്നെ പല സൈസ് ഫ്രെയിം അല്ലയോ, ആ ഫ്രെയിമിൻ്റെ അനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് വുഡേൽ അരക്ക് വെച്ച് അങ്ങോട്ട് ഇതുപോലെ വുഡേൽ അരക്ക് വെച്ച് ഒട്ടിയിട്ട് ഇത് വാട്ടർ പേപ്പറെ തേച്ചെടുക്കും. ഇതിനാണ് വാട്ടർ പേപ്പർ തേക്കുന്നത്. കണ്ടോ, അല്ലല്ലോ ആദ്യം വാട്ടർ പേപ്പറെ തേച്ചത്. നമ്മൾ ആ കട്ട് ചെയ്ത് കഴിഞ്ഞേ വുഡേൽ അരക്ക് വെച്ച് ഒട്ടത്തില്ലയോ, ഒട്ടിയിട്ട് വാട്ടർ പേപ്പറെ തേക്കുന്നത് ഇങ്ങനെ. ഇത് കഴിഞ്ഞിട്ടാണ് വെൽവെറ്റയിലും ബനിയൻ ക്ലോത്തിലും തേക്കുന്നത്. കണ്ടോ, പച്ചവെള്ളം. ഇതാണ് വാട്ടർ പേപ്പർ. ഇത് വെള്ളത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് 150ൻ്റെ വാട്ടർ പേപ്പറാണ്. 150, 400, 1000 വരെയുള്ള വാട്ടർ പേപ്പറെ തേക്കുമ്പോഴത്തേക്ക് ഇതുപോലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ തൊട്ട് വെൽവെറ്റെ തേക്കും. ഒരു 3-4 വെൽവെറ്റെ മാറി തേക്കും. തേച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് മുഖം കാണാവുന്ന പോലെ ആവും. എന്നിട്ട് നല്ല വെൽവെറ്റെ തേക്കണം, അഴുക്കും പൊടിയൊന്നും ഇല്ലാത്ത രീതിയിലുള്ള. ആദ്യം ഇതുപോലെ വെളിച്ചെണ്ണ തൊട്ട് ഇങ്ങനെ തേക്കേ, ഇങ്ങനെ ആ വാട്ടർ പേപ്പറെ തേച്ചത്. അന്നേരം ഓരോ വെൽവെറ്റിലും മാറി തേക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫിനിഷിങ് ആയി വരും. ഇതുണ്ട്. അന്നേരം പിന്നെ എന്നിട്ട് നല്ല വെൽവെറ്റ് തേക്കും. ഇതിനൊരു പ്രത്യേക പൗഡറുണ്ട്. ആ പൗഡർ ഇട്ടാണ് നമുക്ക് മുഖം കാണാവുന്നതുപോലെ ആക്കിയെടുക്കുന്നത്. എന്നിട്ട് നല്ല വെൽവെറ്റിൽ ഇങ്ങനെ തേച്ചെടുക്കും. അന്നേരം നമ്മുടെ ഒറിജിനാലിറ്റി സൗന്ദര്യം ഇവത്തിലാണ് കാണുന്നത്. കണ്ടോ,
കണ്ണാടി നിർമ്മിക്കുന്ന ആലയുടെ തൊട്ടടുത്തായി തന്നെയാണ് ഫ്രെയിം ഉണ്ടാക്കുന്ന കെട്ടിടവും. ഇവിടുത്തെ നിർമ്മാണ രീതിയെക്കുറിച്ച് പറഞ്ഞു തരുന്നത് ശ്രീ സുരേഷ് ബാബു എന്ന കരകൗശല വിദഗ്ധനാണ്. ഇത് മോൾഡിങ്, അതായത് അത് വാർക്കുന്നതിനപ്പുറത്തുണ്ട് അവർ വാർക്കുന്നത്. വാർത്തിട്ട് കഴിഞ്ഞാൽ ഇതിനി ഗ്രൈൻഡ് ചെയ്യുക. ഇത് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അത് പേപ്പറൊക്കെ പിടിച്ച് മിനുക്കിയതിന് ശേഷമാണ് ഇതുപോലെ മിനുക്കിയെടുക്കും. ഇതിപ്പോൾ വേറെ ഇത് വാൽക്കണ്ണാടി. ഇത് മിനുക്കി എടുത്തിട്ട് ഇതിൽ ഡിസൈൻ അടിക്കുകയാണ്. അതാണ് ഡിസൈൻ അടിക്കുന്നത്. അപ്പം അതുപോലെ ഡിസൈൻ അടിച്ചതിന് ശേഷം പിന്നെ ഇതിൻ്റെ ബാക്ക് വശം ഇതുപോലെ തന്നെ ക്ലിയർ ആക്കും. ഫിനിഷ് ആക്കിയതിന് ശേഷം ആ തകിട് കണ്ടില്ലേ, ആ തകിട് റൗണ്ടിൽ വെട്ടി അത് പിന്നെ സോൾഡർ ചെയ്യുക. അത് സോൾഡർ ചെയ്ത് അതിന് ശേഷം ഇതിനകത്ത് ഇത് ഫിനിഷ് ചെയ്യുക. മഫ് ചെയ്ത് ഫിനിഷ് ചെയ്ത് പിന്നെ ചില്ലിറക്കിയതിന് ശേഷം പിന്നെ ഇതുപോലുള്ള ഈ റിങ് പോളിഷ് ചെയ്യും. ഈ റിങ് പോളിഷ് ചെയ്ത് ഇതിനകത്ത് ഇറക്കുക. അതാണ് എൻ്റെ വർക്കിൻ്റെ ഒരു രീതി. ഫ്രെയിമിൻ്റെ പണി അതാ. ഇപ്പോൾ ലാസ്റ്റിലാണ് ഈ റിങ് ഇറക്കി അത് ഫിനിഷ് ചെയ്യുക. ഇവിടെ ഇതിനകത്ത് ഇപ്പോൾ ഫ്രെയിമിൻ്റെ വർക്ക് മാത്രമാണ് നടക്കുന്നത്. ഗ്ലാസ് വാർക്കുന്ന അപ്പുറത്താണ്. ഇത് കോപ്പറാണ്, ചെമ്പ. ഇതിനി പോളിഷ് ചെയ്ത് നല്ല ഫിനിഷ് ആയത് കടയിലിരിപ്പുണ്ട്. അത് അവിടെ കയറിയാൽ മതി. അത് ഫിനിഷ് ആയത് ഇരിപ്പുണ്ട്. ഇതിപ്പോൾ നമ്മൾ പണി സ്റ്റാർട്ടിങ്ങിലായത്, ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇതിനി പണി ഒരുപാട് കിടക്കുന്നതേ ഉള്ളൂ. ഇതിനി ഉള്ളു പിടിച്ച് കറക്റ്റ് ചെയ്ത് റെഡി ആയതിന് ശേഷം ഇതിൻ്റെ ബാക്കിയും ചെയ്ത് പിന്നെ പോളിഷ് ചെയ്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഗ്ലാസ് ഇറക്കത്തുള്ളൂ. ഗ്ലാസ് ഇറക്കി ലാസ്റ്റ് ഇറങ്ങി ഇറക്കുന്നത്. പണി ചെയ്യും. അത്രയും പണിയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഒരുപാട് വെറൈറ്റി മോഡലുകളുണ്ട്. അത് വലിയ ശങ്ക, അത് ഒരു മോഡല്. പിന്നെ വാർത്തിട്ടേക്കുന്ന അതെല്ലാം വാർത്തിട്ടേക്കുന്നതാണ്. അതെല്ലാം ഇനി നമുക്ക് ഈ പരുവാക്കണം. പിന്നെ ആറന്മുള കണ്ണാടി ഒരു വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അതിന് ആ വീടിനൊരു പോസിറ്റീവ് എനർജിയാണെന്നാണ് പറയുന്നത്. ഏതാണ്ട് 4 ശതാബ്ദത്തോളം പഴക്കമുള്ള കരകൗശല വൈദഗ്ധ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോഹനിർമ്മിതമായ ആറന്മുള കണ്ണാടി. കരകൗശല വിദഗ്ധർ നിർമ്മിച്ച ഈ കണ്ണാടി കേരളത്തിൻ്റെ സമ്പന്നമായ പൈതൃകത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. ഇത് വെറുമൊരു കണ്ണാടിയല്ല, പൂർവികരുടെ അനുഗ്രഹങ്ങളും സമൃദ്ധിയും വഹിച്ചുകൊണ്ട് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു പൈതൃകമാണ്.